ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് ഒപ്പിക്കലൊരു അസ്ത്രമാണ്. അസ്ത്രം എന്ന് വെച്ചാൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ നാട്ടിൽ ചേന, ചേമ്പ്, കാച്ചിൽ അതുപോലുള്ള സാധനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളും അത്യാവശ്യം കുറച്ച് പച്ചക്കറി, ഇതുപോലെ മത്തങ്ങ, ക്യാരറ്റ്, പടവലങ്ങ, വെള്ളരിക്ക അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന ഒരു കൂട്ടുകറിയാണ് അസ്ത്രം. ഇതിനകത്ത് വൻപയറും ഇട്ട് കൊടുക്കും കേട്ടോ. വൻപയറും കൂടെ ചേർത്ത് കൊടുത്താലേ അത് കറക്റ്റ് ഒരു അസ്ത്രമായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ രാത്രിയിൽ വീട്ടിലുള്ള അത്യാവശ്യം പച്ചക്കറി മാത്രം ഉപയോഗിച്ച് കറിയാക്കി എടുക്കുന്നതാണ്. ഇതിലേക്ക് കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ വീട്ടിൽ നമ്മൾ പച്ചക്കറി കിറ്റിനകത്തൊക്കെ കിട്ടുന്ന പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചെത്തി വാരി കഴുകി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതുപോലെ വൻപയർ എടുക്കണം. വൻപയർ കുറച്ചെടുത്ത് നേരത്തെ കുതിർത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പക്ഷേ ഞാനിതിപ്പോൾ ലേറ്റായിട്ടായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലൊന്നിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് പയറും വേകും പച്ചക്കറിയും വേകും. ഇപ്പോൾ ഞാൻ പയർ വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് അടുപ്പിലേക്ക് വെക്കാൻ പോവാം. ആ സമയത്ത് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, 3-4 വെളുത്തുള്ളി, പിന്നെ ജീരകപ്പൊടി, ഒരല്പം മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറവായുള്ള പച്ചമുളകായതുകൊണ്ടാണ് കേട്ടോ. ഇനി വെന്ത വൻപയറിനകത്തോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതായത് പച്ചമുളക്, തക്കാളി, മറ്റ് പച്ചക്കറി കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേന് തന്നെ വൻപയർ നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ പച്ചക്കറിയും വെന്ത് കിട്ടും. പിന്നെ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി വെക്കാം കേട്ടോ. ഞാൻ കടുക് വറക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് കൊച്ചുള്ളി മൂക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പക്ഷേ ഉണക്കമുളക് ചേർത്തതിന് ശേഷം ഞാനൊരു ശകലം മുളക് പൊടി, ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് വീഡിയോയ്ക്കകത്ത് വന്നില്ല. ഇനി അതിന് ശേഷം ഈ അരപ്പും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, മുളക് പൊടിയും ഉണക്കമുളകും ഒക്കെ കിടക്കുന്നത്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ എന്തോ മിസ്റ്റേക്കായിട്ട് പറ്റിപ്പോയതാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിഴിപുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പ്രാവശ്യം തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ അസ്ത്രം റെഡിയാകും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.